ഹായ് ഫ്രണ്ട്സ്, തനി നാടൻ രുചിയുടെ മാജിക് എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാവുന്ന കടച്ചക്ക അഥവാ ചീമച്ചക്ക റോസ്റ്റാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഈ റോസ്റ്റ് ചെയ്യുന്നതിനായി ഞാനിവിടെ ഒരു ചീമച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് തോല് നീക്കി ചെറിയ ചെറിയ പീസാക്കി മാറ്റി 2 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് കട്ട് ചെയ്ത ഉടനെ തന്നെ വെള്ളത്തിലിടണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു കടായി ചൂടാക്കാൻ വയ്ക്കാം. അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുക്, 1 സ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ നല്ല മുളക്, പിന്നെ കുറച്ച് ഉണക്ക തേങ്ങ, അതായത് കൊപ്ര തേങ്ങ. ഇതില്ലെങ്കിൽ സാധാരണ തേങ്ങ ആയാലും കുഴപ്പമില്ല, ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. ഇപ്പോൾ ഇതോടൊപ്പം തന്നെ ഞാൻ 1 പിടി സാധാരണ ചിരകിയ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 വലിയ ഉള്ളിയും 5 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ റെഡ് ചില്ലി ഉപയോഗിക്കുന്നില്ല, അത് കാരണം പച്ചമുളക് കുറച്ച് കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ റെഡ് ചില്ലി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അളവ് അല്പം ഒന്ന് കുറയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചത് അതും കൂടെ ഒന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക്, 3 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഇപ്പം നമുക്കിതിൽ വെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കുന്ന കടച്ചക്ക ഇട്ട് കൊടുക്കാം. ഇത് തീർച്ചയായിട്ടും എല്ലാവരും വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ കറുത്ത് പോകും. നമ്മൾ ഉരുളക്കിഴങ്ങ് കറുത്ത് പോകില്ലേ, അതുപോലെ ഇതൊന്ന് കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിതിനെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ മസാലയിൽ കിടന്ന് കടച്ചക്ക നന്നായിട്ടൊന്ന് മയങ്ങി കിട്ടണം. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെന്തായാലും കുറച്ച് വെള്ളത്തിൽ വേവേണ്ടതുണ്ട്, അത് കാരണം ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമുക്കിതിനൊന്ന് അടച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മണമാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ഉഗ്രനായിരിക്കും. മട്ടൺ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് ഇങ്ങനെയൊക്കെ ഇരിക്കില്ലേ, അതുപോലെയാണ് ഇതിൻ്റെ ടേസ്റ്റും. അടിപൊളിയാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് തരണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.
വീണ്ടും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നാവ്.